ഇമാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രിയമുള്ളവരെ നമസ്കാരം. അന്നവർ രണ്ട് ദിശയിലായിരുന്നു, രണ്ടെതിരാളികളായിരുന്നു. അന്ന് അങ്ങനെയൊക്കെ പറയാനേ സാധിക്കുള്ളായിരുന്നു. എന്നാൽ ഇന്നവർ തോളോട് തോള് ചേർന്ന് നിൽക്കുന്നവരാണ്. ആ പഴയ ദൃശ്യങ്ങൾ കാണുമ്പോൾ രസകരമായിട്ടുള്ള ആ വാക്കുകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇമാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവനാരാണ്? നീ ആരാടാന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ഞാൻ തൃക്കരിപ്പൂർ MLA ആണ്. നിങ്ങൾക്കാണെങ്കിലോ? തീർച്ചയായിട്ടും ഞാൻ പത്തനാപുരം MLA ആണ്. അതൊരു പ്രത്യേക ഘട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരുടെയും നിയന്ത്രണം വിട്ടുപോയപ്പോൾ സംഭവിച്ചിട്ടുള്ള എന്താ പറയാ, കേരളത്തിന്റെ ട്രോൾ മേഖലയ്ക്ക് ഞങ്ങളുടേതായിട്ടൊരു സംഭാവന. തമ്മിലുള്ളത് അതിരുതർക്കമല്ലോ. തമ്മിലെ ആശയപരമായ സംഘർഷം അത് പരിധി വിട്ടുപോയപ്പോൾ ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് വ്യക്തിപരമായി എനിക്ക് അങ്ങനെ സംസാരിക്കേണ്ടി വന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, പിന്നീട് തോന്നിയിട്ടുമുണ്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്നോട് തന്നെയാണ് പറയുന്നത്, താഴെ പോയി സന്ദീപ് വാര്യരും ക്ഷണിച്ച് പത്രസമ്മേളനത്തിൽ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കണം, ആ ചുമതല എനിക്കാണ്. അപ്പൊ ഞാൻ സന്ദീപിനെ വിളിച്ചു. അപ്പൊ ചേട്ടാ ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. താലപ്പൊലി ഞാനും AIC സെക്രട്ടറി ശ്രീ മോഹനോട് ഞങ്ങള് ക്ഷണിച്ച് വെള്ളിലേക്ക് കൊണ്ടുപോകാൻ. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം അപ്രതീക്ഷിതമായി ഞാൻ വീണ്ടും ലൈംലൈറ്റിലേക്ക് വന്ന ദിവസമാണ്. കാരണം ഞാൻ എല്ലാം വന്ന് തെരഞ്ഞെടുപ്പ് ഇരിക്കുന്ന സമയമാണ്. അവിടെ മുതൽ ഞങ്ങൾ രണ്ടും ഒന്നിച്ച് നിൽക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നുള്ള ഫ്ലെയിം കിട്ടാൻ വേണ്ടി മുഖ്യധാര ചാനലുകളെല്ലാം കാത്തു നിൽക്കുകയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും നീ ആരടാ എന്നുള്ള എന്റെ പിന്നെ എന്താ പറയുന്നത്, പിന്നെ സ്റ്റിക്കേഴ്സ് ഇറങ്ങുന്നത് അത് വെച്ചിട്ടാണ്. അപ്പൊ ആ സ്റ്റിക്കേഴ്സ് ഇന്നത്തെ ദോസ്ത്. താങ്ക് യു ഫോർ വാച്ചിങ്.